അന്നത്തെ സമകാലീനരായിരുന്നു ഹരിഹരൻ സാറ്, തമ്പി സാറ്, ഉം. അതുപോലെ പിന്നെ നമ്മുടെ രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു രവീന്ദ്രൻ എൻ്റെ എല്ലാ സിനിമകളിലും ചേട്ടൻ സംഗീതം മ്യൂസിക് അതെ അതെ ചെയ്തായിരുന്നു. അത് ബന്ധം. ബന്ധങ്ങൾ. എന്നാൽ ഈ ഹരിഹരൻ തമ്പി സാറിനൊക്കെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? തമ്പി സാറിനെ പരിചയപ്പെടുത്തുന്നത് പട്ടം സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അതെ. അദ്ദേഹം ഞങ്ങളൊരു നാടകം എടുക്കുമ്പോൾ അദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഉം. ഒരു എഞ്ചിനീയറാണ്, നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് എഴുതിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം സിനിമയിലൊന്നും പുള്ളി അതെ. പാട്ട് എഴുതാം. അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് മെരിലാൻഡിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് സേവിയേഴ്സിൽ അപ്പം ശ്രീകുമാരൻ തമ്പി പട്ടം സ്റ്റാൻലിക്ക് ഒരു കത്തെഴുതിയിരുന്നു, ഞാൻ ഇത്രാം തീയതി തിരുവനന്തപുരത്ത് ഇന്ന ഹോട്ടലിലായിരിക്കും, അവിടെ വെച്ച് കാണാം. അങ്ങനെ അവിടെ അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞങ്ങൾ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ പാട്ട് എഴുതാമെന്ന് പറഞ്ഞു നാടകത്തിൽ. അപ്പോൾ ഞങ്ങൾ കഥ പറഞ്ഞു. ഈ കഥ പറഞ്ഞ സന്ദർഭം ഇങ്ങനെ പറഞ്ഞ് തീർന്നതും ആ സന്ദർഭത്തിലെ പാട്ട് പുള്ളി എഴുതി കഴിഞ്ഞു. അത് എഴുതാനായിട്ട് പേപ്പറില്ലായിരുന്നു. ഉം. അന്ന് ടെർലിൻ ഷർട്ട് ഇറങ്ങിയ കാലമാണ്. അതിൻ്റെ ബാക്കിലൊരു അതെ. ബോർഡ് കാണുമല്ലോ, അതെ. ആ ബോർഡ് എടുത്തു വെച്ചിട്ടാണ് പുള്ളി മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി, ഇടയിൽപ്പെട്ട് ഇരതേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം എന്നും പറഞ്ഞുകൊണ്ട് ആ പാട്ട് എഴുതി തീർത്തു. ഉം. എന്നിട്ട് ഈ കഥ പറഞ്ഞ് ഈ സിറ്റുവേഷൻ പറഞ്ഞു തീരണതിന് മുമ്പ് അത് ഇങ്ങോട്ട് ചെയ്തു, കറക്റ്റ് പാട്ട്. പക്ഷെ അതിലൊരു അത്ഭുതം എന്തെന്ന് വെച്ചാൽ, ദേവരഞ്ജൻ മാഷ് ചെയ്തതിൻ്റെ അത്രയ്ക്ക് പ്രഗത്ഭമായിട്ടാണോ നാടകത്തിൽ നിന്നൊക്കെ ചോദിച്ചാലൊന്നും ആൻസർ ഇല്ല. അതെ. അതിൻ്റെ ഒരു ഛായ തന്നെയായിരുന്നു ഇവിടെ നാടകത്തിലും ചെയ്തത്. ആ ട്യൂണിൻ്റെ അതെ. ഒരു ഛായയിലെ പട്ടം സ്റ്റാൻലി ചെയ്തത്. ആ. കാരണം എനിക്ക് തോന്നുന്നു പട്ടം സ്റ്റാൻലി കുറേ നാൾ ദേവരാജൻ മാഷ കൂടെ ആയിരുന്നു. അപ്പോൾ ആ ടേസ്റ്റ് അറിയാം. സംഭവിച്ചതായിരിക്കാം. അല്ല, ആദ്യം നാടകത്തിലാണല്ലോ ഇത് വരുന്നത്. അതെ, വരുന്നത്. സഹാറ എന്ന് അത് പറയുന്നത്. കഴിഞ്ഞിട്ട് ശ്രീകുമാരൻ തമ്പി ഞങ്ങൾക്ക് മദ്രാസിൽ നിന്ന് ഒരു കത്തയച്ചു, ഉം. നിങ്ങളിപ്പോൾ ആ നാടകം കളിക്കുന്നില്ലല്ലോ, അപ്പോൾ ആ പാട്ട് ഞാനിവിടെ ഒരു സന്ദർഭത്തിനനുസരിച്ച് സിനിമയിൽ ചേർക്കാൻ വന്നിരിക്കുന്നു, കൊടുത്തോട്ടെ എന്നായിട്ട്. കൊടുത്തോളാം. അങ്ങനെയാണ് അത് സിനിമയിൽ വരുന്നത്. സിനിമയിൽ അത് ദേവരാജ മാഷാണ് അതിനകത്ത് ദേവരായ മാഷാണ് സംഗീതം. മതം പൊട്ടി ചിരിക്കുന്ന മാനം. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടി. ഞാൻ ആ പാട്ട് കേൾക്കുന്ന ആദ്യം ന്യൂ തിയേറ്ററിൽ വെച്ചാണ്. ഈ ചിത്രമേള കാണാൻ വരുമ്പോഴത്തേക്ക് അന്ന് പാട്ടിടുമല്ലോ സിനിമയ്ക്ക് മുമ്പ്. മതം പൊട്ടിച്ചിരിക്കുന്നു നമ്മുടെ പാട്ട് ഏതാണ്ടതുപോലെയൊക്കെ തന്നെ എന്നുള്ളത് സെയിം തന്നെയാണ് അല്ലേ? അതിന്റെ വരികളൊക്കെ അതൊക്കെ കറക്റ്റ്. മ്യൂസിക്കിൽ ചെറിയ സുഖകരം ദേവരാജ മാഷ് ഇത് എത്രയായാലും ഹൈലൈറ്റ് ആയിട്ട് സ്വാഭാവികമായിട്ടും. പക്ഷെ ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു ഛായ കിടക്കും. ഇത് മാത്രമല്ല, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, കരുണയുള്ളവൻ മോശക്കാരൻ, കരിഞ്ചന്തയാണ് ഇവിടെ ദൈവം, കണ്ണീര് കൊണ്ടാണ് ഇവിടെ ആ പാട്ടും ആ നാടകത്തിലുള്ള. പിന്നെയും വേറൊരു പാട്ട് കൂടെ ഉണ്ട്. 3 പാട്ടുകൾ എഴുതി. നാടക സമിതിക്ക് വേണ്ടി പാട്ട് എഴുതിക്കൊണ്ടായിരുന്നു. അങ്ങനെയാണ് വന്ന് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. ആ ബന്ധം നല്ല രീതിയിൽ പോയപ്പോഴാണ് ഇദ്ദേഹം മദ്രാസിൽ പോയതിൻ്റെ പിറകെ ഞാനും മദ്രാസിലെത്തുന്നു. അതെ, അവിടെ എനിക്ക് ആരെയും പരിചയമില്ല. എന്നെ അവിടെ ഭൂരിപക്ഷം പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും കൊണ്ടുവന്ന് എത്തിച്ചതും എനിക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുള്ളതും തമ്പിയാണ്. ഹരിഹരൻ സാറിന് ഞാൻ ജയമാരുതിയിലെ സ്ഥിരം ഒരാളായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ കണ്ണൂർ ഡീലക്സിൻ്റെ ആദ്യത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ഹരിഹരൻ സാറാണ്. അദ്ദേഹവും ഈ പീരീഡിൽ മദ്രാസിലുണ്ട്. ഈ പുതിയ തലമുറ വന്നിരിക്കുന്ന മാസങ്ങളുടെ വ്യത്യാസങ്ങളേ ഉള്ളൂ ഞങ്ങളെല്ലാം തമ്മിൽ. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ ആവശ്യം, പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ഒരു പടം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹമാണ് ഐ വി ശശിയെ ഇവിടെ കൊണ്ടുവന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൊടുത്തത്. ഐ വി ശശിയുടെ ആദ്യത്തെ പടം. പിൽക്കാലത്ത് ഞാൻ അവരുടെയൊക്കെ സെൻസർ കോപ്പി എടുക്കുന്ന ഒരു ജോലി മദ്രാസിലുണ്ട്. നമുക്കൊരു അന്നത്തെ കാലത്ത് ഒരു സെൻസർ കോപ്പി എടുത്തു കൊടുത്താൽ 200 രൂപ കിട്ടും. അന്നത്തെ കാലത്ത് 200 രൂപ ഉണ്ടെന്ന് ഒരു മാസം സുഖമായിട്ട് ജീവിക്കും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ പിൽക്കാലത്ത് ഡയറക്ടറിലേക്ക് തിരിയുമ്പോഴത്തേക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, സ്ക്രിപ്റ്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് ഈ ഹരിഹരൻ്റെയൊക്കെ ഇത് പറയുകയും പിന്നെ അവരുമായിട്ടുള്ള സമ്പർക്കത്തിലുമൊക്കെയാണ്. പിന്നെ നമ്മളെപ്പോഴും സ്റ്റുഡിയോയിലാണല്ലോ. എ ബി രാജേന്ദ്ര സാറിൻ്റെ അടുത്ത് നിന്നേക്കും. ഹരിഹരൻ സാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നെ ഈ മയൂഖത്തിൽ വിളിച്ചിരുന്നു. ഞാനത് പോയില്ല എന്ന് പറയുന്നതാണ് നിർത്തേണ്ടത്. പുള്ളി എന്നെ സ്ക്രിപ്റ്റ് വായിക്കാനൊക്കെ തന്നു. അപ്പോൾ എനിക്ക് തോന്നി ഹരിഹരനെ പോലെ ഒരാളിൻ്റെ അവിടെ ഇത്രയും വർഷം ഞാൻ അഭിനയിക്കാതെ എൻ്റെ നല്ല സുഹൃത്താണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിലും നല്ല ക്യാരക്ടർ, ഇല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനൊരു തെറ്റും പറ്റില്ല.
അങ്ങനെ ഉള്ള കണ്ടീഷനിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല അങ്ങനെയുള്ള ചെറിയ ഇതുണ്ടല്ലേ പിന്നെ ഇവരൊക്കെ മറന്നു എന്നോ അല്ലെങ്കിൽ ഈ ഹരിഹരനൊന്നും അത് മറന്നൊന്നുമല്ല. മറന്നിട്ടില്ല. ഇപ്പോഴും എന്നെ അടുത്ത് പറയണത് നിങ്ങൾ അടുത്ത പടത്തിൽ ഒരു റോൾ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. ഹരിഹരൻ എന്ത് എന്നോടത്ത് അങ്ങനെയൊക്കെ കാണിച്ചത് ഭരതൻ, ഐ.വി. ശശി. ഐ.വി. ശശി. മോളെ ഈ പെയിന്റ് ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ? ലൈസ് കിഡ് ലൈസ് റിമൂവർ പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ഒരു അമൃത് വേണി ഉൽപ്പന്നം. അങ്ങനെയൊക്കെ പലരും ഉണ്ട്. ഇപ്പോൾ സുധീറും ഞാനും കൂടെയൊക്കെ ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഒന്നിച്ച് വരും. അവൻ്റെ വീട്ടിൽ ഞാൻ പോയി, എൻ്റെ വീട്ടിൽ അവൻ വരും. ഒക്കെ സ്നേഹപൂർവ്വം നടന്നവരല്ലേ. അതെ. അവൻ എന്നെ അറിഞ്ഞൂടാ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അവൻ പ്രസിദ്ധിയിലെത്തിയപ്പോൾ. സുധീർ. അങ്ങനെ എല്ലാവരും നമ്മളുടെ അടുത്ത് അത് കാണിച്ചിട്ടുണ്ട്. നന്ദികേടുണ്ട്. ആ കാണിച്ചിട്ടുള്ള പേരുകളൊന്നും ഞാൻ പറയണില്ല. അവരെല്ലാം ഞാൻ പ്രസാദിൽ പടം ചെയ്ത് പ്രിവ്യൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പടം കാണാൻ വന്നിട്ട് തിരിച്ചെൻ്റെ അടുത്ത് ശ്രീകുമാർ ഇപ്പം നമുക്ക് പടമൊന്നുമില്ല, നമ്മളെ കൂടെയൊക്കെ ഗവനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഇപ്പം തോന്നുന്നു അവർക്ക് ഒരു റോൾ കൊടുക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ കൊടുത്തില്ല. ഞാനും മനുഷ്യരല്ലേ. അതുകൊണ്ട് പക്ഷെ ഒന്നും ഒരു വാക്കുകൊണ്ടൊന്നും ഒന്നും നോക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ചുമ്മാ ഓർക്കാൻ ഒരു രസമെന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതെ. എൻ്റെ ഒരു കരിയറിൽ കുറേ ഒരുപടി നല്ല വേഷങ്ങൾ തന്നൊരു സംവിധായകൻ സത്യനന്ദിക്കാടാണ്. പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് ഈ അച്ചുവിൻ്റെ അമ്മയിലെ മൗസൂനം പിള്ള എന്ന് പറയുന്ന ഒരു ASIയുടെ വളരെ ഹ്യൂമർ ടച്ചുള്ള കാര്യം അതങ്ങനെ രസതന്ത്രത്തിലുണ്ട്. അതേപോലെ പിന്നെ ഭാഗ്യദേവതയിലെ പിന്നെ ഫാദറിൻ്റെ ഒരു വേഷം ഗംഭീര വേഷങ്ങളാണ്. ചേട്ടൻ്റെ ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ ഈ വേഷങ്ങളെ മറന്നിട്ടൊന്നും പറയാനും പറ്റില്ല. അങ്ങനെ സത്യനന്ദിക്കാരനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് വരുന്നത്? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഞാൻ MT വാസുദേവൻ നായർ സാറിൻ്റെ മകളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഞാൻ കാലിക്കറ്റ് നിന്നിട്ട് ഹോട്ടലിൽ നിന്നിട്ട് പോകുമ്പോൾ സത്യൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കല്യാണ പന്തലിലേക്ക് പോകാൻ എൻ്റെ കയ്യിൽ കാറില്ല. അപ്പോൾ സത്യനുണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യനും നമ്മളുമായിട്ട് നേരത്തെ ബന്ധമുള്ളവരാണ്. അങ്ങനെ സത്യനോട് ഞാൻ പറഞ്ഞു പോകുമ്പോൾ എന്നെ കൂടെ വിളിക്കണം, നമുക്ക് ഒന്നിച്ച് പോകാം. പക്ഷെ സത്യനേക്ക് വേറെ കാറൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ഇദ്ദേഹം പിന്നെ പോവുള്ളൂ. അതൊക്കെ തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ശ്രീകുമാറിനെ കണക്ട് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്ത് ഒരാളിനെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എൻ്റെ മുറിയിലൊന്ന് വരണം, നമുക്കൊരു കാര്യം പറയാനുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്നപ്പോൾ അഴകപ്പൻ ക്യാമറമാൻ പിന്നെ കുറേ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ്സ് അവരെല്ലാം സത്യൻ്റെ മുറിക്കകത്തേക്ക് വരും. എന്നെ ഒന്ന് നോക്കും പോവും. അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം കുറേ കഴിഞ്ഞ് സത്യൻ എന്തോ അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ഞാനൊരു 4 ദിവസത്തിനകത്ത് ഇവിടെ ഒരു പടം ചെയ്യണം, അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യണം. ആ പടത്തിൽ ഒരു വേഷമുണ്ട്, ഒരു ASIയുടെ വേഷമാണ്. അതൊരു ഒത്തിരി ഹ്യൂമറുള്ളതാണ്. ഞാൻ എപ്പോഴും നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ സീരിയസ് ആയിട്ട് അഭിനയിക്കുമ്പോൾ പോലും അതിനകത്തൊരു ഹ്യൂമറുള്ള ആളാണ് നിങ്ങൾ. അപ്പം നിങ്ങളൊന്ന് ഹ്യൂമറിൽ പ്രസൻറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ റോളൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തിനാണ്? അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളൊരു 2 പ്രാവശ്യം ട്രിവാൻഡ്രത്ത് പോവുകയും വരികയും ചെയ്യണതിനിടയ്ക്ക് നമുക്ക് തീർക്കാം. അങ്ങനെ ഒരു ഗ്യാപ്പിലിട്ടൊക്കെ ചെയ്യാമെന്ന്. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് പോന്നു. ഇദ്ദേഹം വിളിച്ചു, ഞാൻ ചെന്നു. ഈ ആദ്യത്തെ ദിവസം ചെയ്യുമ്പം തന്നെ അവിടെ ഈ കൂടി നിൽക്കുന്നവരെല്ലാവരും കയ്യടിയും ചിരിയും. പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞ സെറ്റിൽ എൻ്റെ കൂടെ പറയാൻ ആളുകളും ഇതൊക്കെ പിന്നെ റിലീസിന് ശേഷം പിന്നെ അഴകപ്പം പറഞ്ഞപ്പോഴാണ് അറിയണത്. ഞാനിത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യന് ചിരി പൊട്ടിയിട്ട് തുണി വായിക്കാത്ത കയറി കളയുന്നു. എന്നിട്ട് എല്ലാവരുടെയും പറഞ്ഞ് ഞാൻ കാണാക്കെ ചിരിക്കരുത്, അത് വേറെ രീതിയിലായി പോവും. അങ്ങനെ ചുമ്മാ നമ്മൾ ശരി ഒന്നും ഗവനിക്കുന്നില്ല എന്നുള്ളത് കത്തി വിട്ടയക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ വന്നുകൊണ്ട് പറയും, ശിവകുമാർ എന്തോന്നൊക്കെയാണ് കാണിക്കണമെന്നൊക്കെ പറയും. പക്ഷേ ഇതെൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങ് പോയി. ഞാനിത് അഭിനയിച്ചു, കുറച്ച് കാശ് കിട്ടി, ഞാനത് അങ്ങ് അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ച് അങ്ങ് പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സോണ നായർ എന്ന് പറഞ്ഞ നടി എന്നെ വിളിച്ചിട്ടുണ്ട്. ചേട്ടാ ഇത് എന്തോന്നാണ്? മലയാളത്തിലൊരു സ്ഥാനം എടുത്തു എന്ന് പറഞ്ഞു. എന്താന്ന് കേട്ടു, ചേട്ടൻ്റെ പടം റിലീസ് ചെയ്ത് അറിഞ്ഞില്ലേ അച്ചുവിൻ്റെ അമ്മ? ഞാൻ റിലീസ് ചെയ്തോ? ഞങ്ങൾ കണ്ട അവിടെ കയ്യടിയും ചിരിയും ബഹളമാണെന്ന് പറഞ്ഞു. അന്ന് സെക്കൻഡ് ഷോ ഞാൻ ഇത് സത്യമാണോ എന്നറിയാം ഒറ്റയ്ക്ക് പോയി കണ്ടതാണ് സത്യം. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഒരു 100 പടം പട്ട എന്നങ്ങ് ചെയ്തു.
അതായത് തിരുവനന്തപുരത്ത് നിൽക്കാൻ സമയമില്ല, എറണാകുളത്ത് പോവും, പടം ചെയ്യും, തിരിച്ച് ട്രിവാൻഡ്രത്ത് എത്തുന്നതിന് മുമ്പ് എന്നെ തിരിച്ച് വിളിക്കും. അങ്ങനെ അടുത്ത പടം കിട്ടും. അങ്ങനെ 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 ഒരു മായാവിയിൽ അതെ അതെ, ഗംഭീര വേഷം. നല്ലൊരു വേഷമാണ്. എവിടെ ചെന്നാലും പറയുന്നതാണ് മായാവിയിലെ വേഷം. ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഒരു ഭയമുള്ള എന്നെ അടിക്കരുത് പ്രഷറാണെന്ന് പറഞ്ഞ് മമ്മൂട്ടിൻ്റെ അടുത്ത് പറയുന്നത്. അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് കൊളസ്ട്രോൾ ഉള്ളതാണ്. അതൊരു നല്ല വേഷമായിരുന്നു. അതുകൊണ്ട് കുറെ പടങ്ങൾ കിട്ടും. ചോക്ലേറ്റിലും ഒരു നല്ല ഒരു വേഷമുണ്ട്. അതെ, ഈ സത്യനന്ദിക്കാട് തന്നെ ഈ പറഞ്ഞ ഭാഗ്യദേവതയിലെ അച്ഛന്റെ ക്യാരക്ടർ നല്ല രസമുള്ള ക്യാരക്ടർ. പക്ഷെ എനിക്കെപ്പോഴും ഈ മധുസൂദനൻ പിള്ളയാണ് ASI. അത് ഒരു നമ്മുടെ ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ ഉണ്ട്. അതെ, അത് അദ്ദേഹം എൻ്റെ ഡയലോഗ് വന്നിട്ട് നമുക്ക് തിരുവനന്തപുരം വേണോ കോട്ടയം വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം ഏത് വേണം പറയാമോ, തിരുവനന്തപുരം ആയിക്കോട്ടെ എന്നാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ എഴുതിക്കൊണ്ടൊരു ഡയലോഗ് അതിനെ ട്രിവാൻഡ്രം ആക്കണമെന്ന് നിങ്ങളാക്കണം. അങ്ങനെ ആക്കിയാണ്. ചേട്ടൻ തന്നെയാണത്. അല്ല, അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം. അപ്പോൾ അവിടെ ഉർവശി നിൽപ്പുണ്ട്. അപ്പോൾ ഉർവശി പറയാൻ അത് കൂടുതലെന്നൊന്നും പറയരുത്, തോനെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങ് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. തള്ളേ എന്തൊരു പറയായി, ഒരു പ്രതിയെ പിറകെ വെച്ച് പിടിച്ചതാണ് എന്നെ വെട്ടിച്ചവൻ തോടും. വെളുത്തിരിയിലുണ്ടാക്കിയ ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു. അത് ഇന്നും എവിടെ പോയിരുന്നാലും അത് പറയും. വളരെ സീരിയസ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സൂസനയിലെ കാര്യം പറയും, അല്ലെങ്കിൽ പടം ഒന്നിലെ കാര്യം പറയും. ഏറ്റവും ജനകീയനാക്കിയ സത്യനാണ്. കുറെ കാലം KSRTC ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേഷനിൽ ക്ലർക്കൽ പോസ്റ്റ് അല്ലേ? അവിടുന്ന് എനിക്ക് റിട്ടയർഡ് ആയത് സൂപ്രണ്ടന്റ് ആയിട്ട്. കലാജീവിതവും KSRTC ഒട്ടും ബന്ധമില്ലാത്തൊരു മേഖലയാണെന്ന് തോന്നും പെട്ടെന്ന് കേൾക്കുമ്പോൾ. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഈ കലയിലേക്കൊക്കെ വരാനും? എനിക്ക് അവിടെ വന്ന് ഇരിക്കുമ്പോൾ അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്ന മാനേജിങ് ഡയറക്ടറെ പോലെയുള്ള ആളുകളെല്ലാം എന്നെ ഈ കലാരംഗത്ത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കയറുമ്പം തന്നെ അവിടുത്തെ മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത് MK ജോസഫ് സാറാണ്. അങ്ങനെയാണെങ്കിൽ സ്പോർട്സ് കല എന്ന് പറഞ്ഞ് നാടകസമിതി ട്രാൻസ്പോർട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഞാനും ഇങ്ങനെ ഒരു അഭിനേതാവാണ്, നാടകക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞോടും എൻ്റെ നാടകങ്ങൾ കണ്ടും പിന്നെ എനിക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം തരും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് മാറി വന്നവരല്ല എന്തിനു പറയുന്നു, ജയറാം പടിക്കൽ പോലും ഈ കൈന്തലയും പടം പുറത്തിടരുത്, ഞാൻ ഇത്രയും കറക്റ്റായിട്ട് എടുക്കാൻ എനിക്ക് സാധിച്ച ഈ ബസ്സുകൾ മുഴുവൻ തന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഈ ഡ്യൂട്ടി ഫിനിഷ് ചെയ്ത് രാത്രി വരണ ബസ്സുകളെല്ലാം റോഡിൽ നിരത്തിയിട്ട് കൊടുക്കാൻ പറയും, ഈ ജാം ചെയ്ത് കിടക്കണം കാണിക്കും. അതൊക്കെ ഇങ്ങനെ എന്തെല്ലാം ചെയ്ത് സ്വർണ്ണപക്ഷ സമയത്ത് ഒരു ഓഫീസിലെ വർക്ക് നിർത്തിവെച്ചാണ് അതിനകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് അന്നത്തെ മാനേജിങ് ഡയറക്ടർ ചാലി സാറായിരുന്നു. ഇത്തരം പ്രവണതയെല്ലാം ഈ വലിയവരെല്ലാം നല്ല മനസ്സാണ് കൂടെ ഉള്ളത്. ഈ സഹപ്രവർത്തകരാണ് പാര വയ്ക്കുന്നത്. എന്നെ അടിക്കാൻ വന്ന സഹപ്രവർത്തകരുണ്ട്, കാരണം കൈ നിലയെടുക്കുമ്പോൾ കണ്ടക്ടറെ കുറ്റക്കാരനാക്കി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അന്ന് നമ്മളും CIT യൂണിയനിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു ലെവലിലൊക്കെ നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പിന്നെ അടികൊള്ളാതെ രക്ഷപ്പെട്ടാണ്. അല്ല, ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്തു. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് KSRTC. ഇന്നും ഏതാണ്ട് നഷ്ടത്തിലാണ് ഓടുന്നത്. ശമ്പളം കൊടുക്കാൻ പോലും പൈസ. ചേട്ടൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ഒരു പ്രായോഗികമായിട്ട് എന്തെങ്കിലും നിർദ്ദേശം KSRTC നന്നാക്കിക്കൊണ്ടുവരാനുണ്ടോ? ഒരുപാടുണ്ട്. അതിലൊന്നും ഞാൻ ഒരിക്കൽ ഇതിൻ്റെ പൂർണ്ണമായ കാര്യം നമ്മുടെ ഇന്നത്തെ സ്പീക്കർ ഉണ്ടല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ വിളിച്ച് പറഞ്ഞതാണ്. വിളിച്ചു പറയണതേ ഒരു ശല്യം എന്നുള്ള പോലെയാണ് തിരിച്ച് കാണിച്ചത്. നമ്മൾ രാഷ്ട്രീയത്തിലുപരി അവരൊക്കെ വലിയ ആളുകളെന്നുള്ള നിലയിലാണ് അവരൊക്കെ പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ അനുഭവം. കാരണം ഞാൻ അതിനകത്ത് നല്ല ഒരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതിൻ്റെ ചോർച്ച എവിടെ, ഇതിനെ നിയന്ത്രിക്കേണ്ടത് എവിടെ, ഇവിടെ എങ്ങനെ കാണിക്കണം. ഇപ്പം നമ്മളൊക്കെ ട്രേഡ് യൂണിയനിസ്റ്റുകളെന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രവർത്തിച്ചതിനെ എല്ലാത്തിനെയും ന്യായീകരിക്കാൻ ഇപ്പം പറ്റില്ല. നമ്മളൊക്കെ ഓവർ ട്രേഡ് യൂണിയനിസം കളിച്ചതിൻ്റെ ഫലവും കൂടെയാണ് ഇന്ന് KSRTC അനുഭവിക്കുന്നത്. അത് തുറന്നു പറയാതിരിക്കാൻ ഒക്കില്ല. അപ്പോൾ അതുകൊണ്ട് നന്നാക്കി വരാനായിട്ടൊക്കെ ഉള്ള ഒരുപാട് നിർദ്ദേശങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്ന് ആരുടെയും പറഞ്ഞാൽ ഈ നന്നാക്കണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ സംബന്ധിച്ചോളം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് വരെ സിൻസിയറായിട്ട് നമ്മൾ നന്നാകണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ കണ്ടിട്ടില്ല. താങ്കളുടെ അനുഭവത്തിൽ ഏറ്റവും മികച്ച ഗതാഗത മന്ത്രി ആരായിരുന്നു തോന്നുന്നു? കുറച്ചെങ്കിലും ചെയ്തു എന്ന് തോന്നിയ? രാഷ്ട്രീയം വേണ്ടതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഇമ്പിച്ചി ബാബ ഒരു കാലഘട്ടത്തിൽ ഗംഭീര ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. വളരെ ലാഭമായിരുന്നു. അന്ന് 19% ബോണസൊക്കെ കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് വരുന്നതാണെങ്കിലും
പിന്നെയും ട്രാൻസ്പോർട്ടിനെ സ്നേഹിച്ച മന്ത്രിമാരുടെ ഇടയ്ക്ക് കോൺഗ്രസിൻ്റെ ഒരു കെ ബാലകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹം ഇരുന്നപ്പോഴത്തേക്കാണ് ഈ പെൻഷനൊക്കെ അനുവദിച്ചു കൊടുത്തത് തൊഴിലാളികൾക്ക്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ട് പിന്നെ നമുക്ക് പറയേണ്ടതാണ് ഈ ഗണേഷ് കുമാർ ആദ്യ കാലഘട്ടത്തിൽ നല്ലൊരു മന്ത്രിയായിരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ ചിതറിയ ഓർമ്മകൾ എന്ന് പറഞ്ഞ ബുക്കിൽ ഒരു അധ്യായം. ഗണേഷ് കുമാറിൻ്റെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇതിനാണ് വളരെ നല്ലൊരു മന്ത്രിയായിരുന്നു. ഇതായിട്ട് ട്രാൻസ്പോർട്ട് കൊണ്ടുപോകാൻ അറിയാവുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 153 സിനിമകൾ ചെയ്തു. അതിനെ ചേട്ടനെ ജനപ്രിയനാക്കിയ സംവിധായകൻ സത്യൻ അന്തിക്കാടാണ്. പക്ഷേ ചേട്ടൻ്റെ ഒരു നടനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരു സംവിധായകൻ ടി വി ചന്ദ്രനാണ്. 2000 ഇറങ്ങിയ പടം സൂസന്ന എന്ന് ഗംഭീര വേഷമാണ്. അതൊരു നായകതുല്യമായ വേഷം തന്നെയാണ്. അതിന് 2 പ്രഗത്ഭ വ്യക്തികൾ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഒരിക്കൽ മധു സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ നിങ്ങളുടെ നമ്പർ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല. ഈ പടത്തിൻ്റെ പ്രിവ്യൂ കണ്ടപ്പം മുതൽ നിങ്ങളെ വിളിക്കണമെന്ന്. നിങ്ങൾ മറ്റേ 5 പേരുണ്ടല്ലോ, 5 പേരിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തത് നിങ്ങളാണെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ അഭിനയിച്ച ഭരത് ഗോപി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രിവ്യൂ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ സിനിമ കണ്ടില്ല, നിന്റെ പ്രകടനം നോക്കിക്കൊണ്ടിരുന്നു, നീ അസാധ്യമായിട്ട്. അങ്ങനെ അഭിപ്രായം കിട്ടിയ ഒരു പടമാണത് സൂസന്ന. അതുപോലെ തന്നെ പാടവത്തിലെ ഹാജിയാരും. ഈ പടം കാണുമ്പോൾ ഈ അവാർഡ് പോലും ആ സിനിമ ഹാജിയാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ജൂറി. അതെ, ഹരിഹരനൊക്കെ അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അങ്ങനെ ശരിക്ക് അയാളുടെ ഞാൻ ഈ പാടമെന്ന് വിലാപം, സൂസന്ന, ഡാനിയിൽ ആ ചബരോ മുതലാളി കള്ള് ഷാപ്പിലൊക്കെ ഇരുന്ന് കുടിക്കാനായിട്ട് രാത്രി എൻ്റെ അടുത്ത് കള്ള് ഷാപ്പിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ വിളിച്ചിട്ട്, ചേട്ട ഇരുന്ന് അതേ ഇരിപ്പിരുന്ന് ഞങ്ങൾ സുഖമായിട്ട് ചേട്ട ആസ്വദിച്ച് കുടിച്ച പോലെ ആ മീനൊക്കെ തൊട്ട് നക്കയാണെന്നൊക്കെ ഒരു സന്തോഷം. പാതിരാത്രി ഉറങ്ങി കിടക്കും. അത് അച്ഛൻ്റെ അമ്മ കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് അതിൽ ആ ഡയലോഗെന്ന് പറയാൻ പാതിരാത്രി. പിന്നെ ഞാൻ ക്ഷുഭിതനാവില്ല, ഞാൻ ചിരിച്ചിട്ടൊക്കെ പെട്ടെന്ന് നാളെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു കിടന്ന് കട്ടി. ഈ അഭിനയം മതിയാക്കി നിൽക്കണ സമയത്താണ് ഇയാൾ വന്ന് വിളിക്കണതും കൊണ്ട്. അത് തിലകന് വെച്ചിരുന്ന റോളാണ്. തിലകന് എന്തുകൊണ്ടോ അയാൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് എനിക്കൊരു ഇതുപോലെ ഒരു റിസ്ക് എടുത്തതുപോലെ എനിക്ക് തരുന്ന റോൾ. അത് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി എന്നെ. അല്ല, മൗസാറിനെ പോലെ ഒരാൾ പറയാണ് ഗംഭീരമായിരുന്നു എന്ന് പറയാം. ഭരത് ഗോപി പറയുന്നു എന്നൊക്കെ ഭരതേട്ടനെ ഗോപിച്ചേട്ടനൊക്കെ പറയുമെന്ന് പറയുന്നാൽ അതിനകത്തൊക്കെ വേറെ നാഷണൽ അവാർഡാണ്, ഭയങ്കര നാഷണൽ അവാർഡാണ് ആ രീതിയിൽ. അതെ. അല്ല, നേരത്തെ അറിയായിരുന്നോ ചന്ദ്രനായിട്ട്? പിന്നെ ചന്ദ്രനെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നത് ഞാനല്ലേ. ശരിയാ. മദ്രാസിൽ നിന്ന ചന്ദ്രനെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് ആദ്യ കാലഘട്ടത്തിൽ എല്ലാവരുടെ അടുത്തും പരിചയപ്പെടുത്തി ട്രിവാൻഡ്രത്ത് വീടൊക്കെ എടുത്തു കൊടുത്ത് താമസിപ്പിച്ച് എല്ലാ പ്രവൃത്തികളും ചെയ്തതിൻ്റെ ഒരു പ്രധാന ആള് ഞാനാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ശരി. ഇപ്പോഴും ആ സ്നേഹമുണ്ട്. ഇല്ല, ഇപ്പം ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല. പെട്ടെന്ന് അത് പെട്ടെന്നല്ല, ആ കഥാപുരുഷനും തൊട്ട് മുമ്പ് വെച്ച് ഞങ്ങൾ സ്വല്പം ഒന്ന് അകലേണ്ടി വന്നു. എന്താ കാര്യം? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഈ വളർന്നു പോകുമ്പോഴുണ്ടാവുന്ന ചില അഭിപ്രായപ്പെടങ്ങളും നമ്മളെ കാണുന്ന രീതികളും ഒക്കെ ഉണ്ടല്ലോ. അത് തെറ്റുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോഴും ആ ഒരു അകൽച്ച ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. അകൽച്ചയും വൈരാഗ്യങ്ങളൊന്നും ഇല്ല. പിന്നെ കൂടുതൽ വേദികളിലും അടുപ്പവും വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഇതൊന്നും നമ്മളിപ്പോൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാനല്ലേ ആദ്യം ടി വി ചന്ദ്രൻ ഇത് ചെയ്തെന്ന്. നമുക്ക് ഒരാൾ ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കുന്ന ആളല്ല. സംസ്ഥാന അവാർഡിന്റെ ഒരു പുരസ്കാരം അവിടെ ഇരിക്കുക എന്ന് പറയുന്നത്, അതെ, അതിനൊരു വഴി ഒരുക്കിയ ആളല്ലേ. അതുപോലെ പല കാര്യങ്ങളും ഞാൻ അയാൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അയാളുടെ വളർച്ചയിലും പല അവാർഡുകളിലുമൊക്കെ നമ്മുടേതായ സ്വാധീനങ്ങളുണ്ട്. ടി വി ചന്ദ്രനെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ താങ്കളുടെ കരിയറിലെ ഏറ്റവും നല്ല വേഷം അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ റോൾ ചെയ്തത് AKG എന്ന് പറയുന്ന, അയ്യോ അത് ഷെയറിന്റെ പടം അല്ലേ? അതിൽ അദ്ദേഹത്തിന്റെ കുട്ടിസ്രാങ്കിലും ഉണ്ട് നല്ല ഗംഭീരമായ കഥാപാത്രം. ഇതില് ടൈറ്റിൽ ക്യാരക്ടർ ഇതുവരെ ചെയ്ത 151 സിനിമയിൽ ടൈറ്റിൽ ക്യാരക്ടർ വന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ അത് എന്നെ മലബാറിൽ വിളിക്കുന്ന AKG ശിവകുമാർ എന്നാണ്. അതെ. പക്ഷെ നല്ല ഒരു ഇടതുപക്ഷ സഹയാത്രികൻ. എനിക്കൊന്ന് ചേട്ടൻ മാർച്ച് 9-ാം തീയതിയാണ് ജനിച്ചിരിക്കുന്നത്. മാർച്ചിലാണ് അദ്ദേഹത്തിന്റെ മരണം. മാർച്ച് 22-ാം തീയതിയാണ് AKG അല്ലേ? അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ. അങ്ങനെ AKG ആയിട്ട് അല്ല, അത് അയാളുമായിട്ട് മരിക്കുന്ന ഒരു അപാരമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? AK ഗോപാലനുമായിട്ട്
ഈ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് വരുമ്പോൾ ആ. ഷാജിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു ശ്രീകുമാർ അത് ആയിരുന്നു എങ്ങനെയാന്ന് വെച്ചിരുന്നാലേ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് ഷാജി വന്നു, എൻ്റെ ഒരു ഫോൺ വന്നു. ശ്രീകുമാർ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. ഒന്ന് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് വരെ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. പിന്നെയാണ് മനസ്സിലാണ് അവരൊക്കെ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കളാണ്. എനിക്കാരെയും അറിഞ്ഞൂടായിരുന്നു. അവരൊക്കെ അവിടെ ഇരിക്കുക. ഞങ്ങളിരുന്ന് കുറേ രാഷ്ട്രീയം പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഒരു സ്വയം വിമർശനപരമായിട്ടാണ് അവിടെ സംസാരിച്ചത്. അപ്പോൾ ഇവരൊക്കെ നോക്കണുണ്ട്. പക്ഷെ എന്നാലും ഷാജി പറഞ്ഞോട് ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാജി പറഞ്ഞു നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഒന്നും പറയാതെ വണ്ടിയിൽ വിട്ടു, കയറ്റി വിട്ടു. ഞാനിങ്ങി പോന്നു. ഒരു 4 മണിയായപ്പോഴത്തേക്ക് ഇവരൊരു ബാച്ച് ഇവിടെ വന്നു. വന്നിട്ട് ഒരു AKGയുടെ ഫോട്ടോ ആൽബം തന്നിട്ട് ഇത് നോക്കി AKG ആവാൻ ശ്രമിക്കണം, നിങ്ങളാണ് AKG ആയിട്ട് അഭിനയിക്കുന്നത്. അവർ 300 പേരെ ഇങ്ങനെ ഒരു നോക്കി. അതിൽ ഏറ്റവും കൂടുതൽ സാദൃശ്യം എന്നിലാണ് കണ്ടത്. പിറ്റേ ദിവസം ഫോട്ടോഷൂട്ടിന് പോകണമെന്നും പറഞ്ഞു. അതിന് മുമ്പുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അന്ന് തന്നെ രാവിലെ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്ത് വായിക്കുമ്പോൾ ഷാജി ഇങ്ങനെ AKGയുടെ ഫിലിം ചെയ്യാൻ പോകണു, ആരായിരിക്കും AKG എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അത് വായിച്ചപ്പോഴത്തേന് അന്ന് തന്നെ ഇങ്ങനൊരു സംഭവം കിട്ടി. പിറ്റേ ദിവസം ഞങ്ങൾ എറണാകുളത്ത് പോയി പട്ടണം ബ്രഷ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് അവർ കൂടുതൽ സംതൃപ്തരായി. പിന്നെ ഈ ചുണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ചുണ്ടാക്കാൻ ബോംബെയിൽ നിന്ന് ചുണ്ടുകൾ പ്രത്യേകം ചെയ്തു വന്നു ആ ഷേപ്പിൽ. അതിങ്ങനെ കാലത്തൊട്ടിക്കുമായിരുന്നു. അപ്പം പിന്നെ ആഹാരം കഴിക്കാൻ ഒക്കില്ല. വൈകുന്നേരം ഇളക്കി കഴിഞ്ഞാലേ കഴിക്കാൻ ഒക്കുള്ളൂ. ഓരോ ദിവസവും ഓരോന്ന് ഒട്ടിക്കണം, മറ്റേ കീറിക്കളയാനേ പറ്റും. അങ്ങനെ അത് വെച്ച് പിന്നെ അതിൻ്റെ അനുഭവങ്ങൾ വല്ലാത്ത അനുഭവങ്ങൾ. നേരിട്ട് AKG കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ മുടവൻമുകൾ സമരം, പിന്നെ അത് കൂടാതെ അദ്ദേഹം പൂജപ്പുര ഒരു വീട് ഒഴിപ്പിക്കൽ ഇതിൽ നേരിട്ട് ഇടപെട്ടുന്ന സംഭവം. AKGയുടെ ഗെറ്റപ്പിൽ പട്ടൺ റഷീദ് ഇതൊക്കെ ചെയ്ത് മുന്നിൽ നിൽക്കുമ്പോൾ ആദ്യം ഈ മുഖത്ത് കണ്ണാടി വെക്കുമ്പോൾ എന്ത് തോന്നി ശരിക്കും? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭാഗത്ത് കിടപ്പാണ്. അതെ, ആ ഒരു ഇത് ചെയ്യാൻ കിട്ടുന്നതാണ്, അല്ലാതെ AKG റോൾ എന്നുള്ള നിലയിലല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുക എന്ന് പറയുന്നത് എന്നെ ആരും ഈ രാഷ്ട്രീയ നേതാവായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് എടുക്കില്ല. കാരണം ഈ ഒന്നും കഴിച്ചില്ലെങ്കിലും നമ്മളൊരുമാതിരി ഓതി വരുത്തി നമുക്ക് കിട്ടുന്ന റോളെല്ലാം അബ്കാരി കോൺട്രാക്ടർ, മുഖ്യമന്ത്രി, മന്ത്രി, ചീഫ് സെക്രട്ടറി, IAS കാരൻ, മറ്റവൻ മറിച്ചവൻ, ധനാഢ്യൻ, ഇതെല്ലാം അതെ ഒന്ന് ഒരു വിങ്ങിപ്പൊട്ടി ഒന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ദാരിദ്ര്യം പിടിച്ച പാവം, അങ്ങനെ ഒരു റോൾ എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഇതൊരു അവസരമാണല്ലോ, അതെനിക്ക് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. ഒരു നിയോഗമാണ് ശരിക്കും അല്ലേ അദ്ദേഹത്തിന്? ചുറ്റുപാട് അനുഭവമുള്ളതാണ്. അല്ല, ഈ തീൻമൂർത്തി ഭവനിൽ ഇപ്പം മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും മ്യൂസിയമാണ്. എല്ലാം അഭ്രങ്ങൾ വെച്ച് അടച്ചിരിക്കുകയാണ്, വാതിലുകളല്ല. അതെല്ലാം ഇളക്കിയാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനാണ്, അകത്ത് ഷൂട്ട് ചെയ്യാൻ. അംബേദ്കറിന് കിട്ടിയിട്ടില്ല അത് ആ അവസരം. നെഹ്റുവിൻ്റെ ബെഡ്റൂമിൽ ഇരുന്നാണ് ഞാൻ നെഹ്റുവുമായിട്ട് ഉള്ള സീൻ അഭിനയിച്ചത്. ചായയും കുടിച്ചു അവിടെ തന്നെ. അതിൻ്റെ ഓഫീസ് റൂമിലാണ് ഇരുന്ന് ഇന്ദിരാഗാന്ധിയുമായിട്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ച് AKG സംസാരിക്കുന്ന സീൻ എടുത്തത്. പാർലമെന്റിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് എടുത്തു ആ സെൻട്രൽ ഹാളിൽ. പ്രതിപക്ഷ നേതാവാണ്. അത് കഴിഞ്ഞിട്ട് ഈ നെഹ്റു ഇദ്ദേഹമായിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ടാണ്. പാർലമെന്റിൽ ഒരു കാര്യം നെഹ്റു അവതരിപ്പിക്കാൻ പോണതിന് മുമ്പ് തലേദിവസം AKG വിളിപ്പിച്ച് വീട്ടിൽ വന്ന് ചായ കുടിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും. ഞാൻ നാളെ ഇത് പറയും, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു കോർണറുണ്ട്. ആ കോർണറിൽ ഇവർ പാർലമെൻറ്റ് കഴിഞ്ഞ റെസ്റ്റ് സമയത്തൊക്കെ അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കും. വളരെ അടുപ്പമായിരുന്നു. നല്ല ഒരു റിലേഷൻഷിപ്പാണ് അവർ സൂക്ഷിച്ചത്. അതുപോലെ ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ ഭയ്യ എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു 10-22 പേര് എനിക്ക് ചുറ്റും നടന്നിരുന്നു. മനസ്സിലായില്ലേ? ആ MP-മാർ അന്ന് വർക്കല രാധാകൃഷ്ണൻ, നമ്പാടൻ ഒക്കെ ഉള്ള സമയമാണ്. അവരൊക്കെ പിന്നെ ബംഗാളിലുള്ളവരും, ബംഗാളിൽ നിന്നൊക്കെ ധാരാളം MP-മാർ. സോമനാഥ് ചാറ്റർജി പടം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തിയേറ്ററിലാണ് കണ്ടത്, സ്പീക്കറുടെ തിയേറ്ററിൽ കാണാൻ വന്നപ്പോഴൊന്നും നമ്മളെ മൈൻഡ് ചെയ്തൊന്നുമില്ല. കണ്ടു കഴിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. യു ക്യാൻ കം ടു മൈ ഹൗസ് എനി ടൈം, 24 hours ഡോർ ഈസ് ഓപ്പൺ ഫോർ യു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്ര ഫ്രണ്ട്ഷിപ്പായി. എനിക്ക് കാർഡൊക്കെ തന്നെല്ലാം കഴിഞ്ഞു. കുറച്ച് സിനിമ ഉണ്ടാക്കി. സിനിമ ഭയങ്കരമായിട്ട്. അതുപോലെ ഈ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊക്കെ അതിൻ്റെ പ്രിന്റ് വാങ്ങിക്കുക എന്തൊക്കെ ചെയ്തു.
ചെയ്തു. അതങ്ങ് വലിയ സംഭവമായി മാറി. കായംകുളത്തുനിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ വിളിച്ച് പറയേണ്ട AKG ദിനത്തിന് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ സാർ, പാർട്ടി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വച്ചിരിക്കുന്നത് സാറ് ജാഥ നയിച്ചു പോകുന്ന പടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റിയടി AKGയുടെ പടം കിട്ടിക്കാണില്ല, അത് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് മാത്രമല്ല, മലബാറിൽ എന്നെ AKG ശിവകുമാർ എന്നാണ് വിളിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ട് ഒരു MLA ഉണ്ടായിരുന്നു. ഞങ്ങളൊരു റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ മുമ്പ് ഇരിക്കില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ AKGയുടെ മുമ്പേ ഞാൻ ഇരിക്കില്ല. അവരുടെയൊക്കെ ഒരു കമ്മ്യൂണിസവും സ്പിരിറ്റും എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ മലബാറിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം ഫീൽഡിൽ ചെയ്തിട്ടുള്ളത്, പ്രസംഗിച്ചിട്ടുള്ളത്. അവിടെ ഏത് ഇലക്ഷൻ വന്നാലും 10 ദിവസത്തിന് മുമ്പ് എന്നെ കൊണ്ടുപോയി എനിക്ക് പാർട്ടി കാറും കൊണ്ടു നടക്കാൻ ആളും ഒക്കെ തന്നിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങണം പ്രസംഗം, 12 മണിക്കൊക്കെയാണ് അവസാനിക്കുന്നത്. അത്രയും സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും ഒക്കെ ആയിട്ട് കാസർഗോഡ് ഞാൻ ചെന്നാൽ ഇന്ന് എൻ്റെ കാലിൽ തൊട്ട് തൊഴുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ പോയി അനുഭവിച്ചിട്ടുണ്ടത്. ഇതൊരു സ്നേഹമെന്നറിയോ.